യെസ്. അപ്പൊ ഝാൻസി റാണി ചരിത്രം ക്ലിയർ ആണ്. പിന്നെ ലക്നൌവിൽ ആരായിരുന്നു നേതാവ്? ലീഡർ ഇൻ ലക്നൗ. ലുക്ക് നൗ എന്നൊക്കെ ആരെ പറ്റിയാ പറഞ്ഞത്? യെസ്, ബീഗം ഹസ്രത് മഹൽ. യെസ്, ഗുഡ്. അപ്പൊ അതൊന്നും ഇനി ആരും മറക്കത്തില്ല. വെരി ഗുഡ്. അപ്പൊ ലക്നൌവിനെ തിരിച്ചുപിടിക്കുന്നത് സർ കൊളിൻ ക്യാമ്പൽ ആണ് ലക്നൌവിനെ തിരിച്ചുപിടിക്കുന്നത്. അപ്പൊ ഇവിടെ നാനാ സാഹിബും ലീഡർഷിപ്പിലുണ്ട്. ഇവിടെ ഒരു കൺഫ്യൂസിങ് ഫാക്ട് ഉണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. നമുക്ക് ചോദ്യം പല പ്രാവശ്യം വന്നിട്ടുള്ളതാണ്. ഈ നാനാ സാഹിബും താന്തിയ തോപ്പിയും സുഹൃത്തുക്കളാണ്. നാനാ സാഹിബിന്റെ പടത്തലവനാണ് താന്തിയ തോപ്പി. ഓക്കെ, ഇവരെല്ലാവരും ബറൈലി ഫോക്കസ് ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഈ നാനാ സാഹിബ് ചില സമയത്ത് താന്തിയ തോപ്പിയെ പല സ്ഥലത്തോടും പറഞ്ഞയക്കും. ഗ്വാളിയറിലോട്ട് പറഞ്ഞയച്ചു. ഇതേ താന്തിയ തോപ്പിയെ തന്നെ ഝാൻസി ലക്ഷ്മി ഭായിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ഝാൻസിലോട്ടും പറഞ്ഞയക്കുന്നുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയല്ലോ. ഇതേ വ്യക്തി ചിലപ്പോൾ പല സ്ഥലത്ത് കാണാം. താന്തിയ തോപ്പിയെ പല സ്ഥലത്തോടും പട നയിക്കാനായിട്ട് ഇദ്ദേഹം പറഞ്ഞയക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ ഗ്വാളിയറിലും ലീഡർഷിപ്പിൽ താന്തിയ തോപ്പിയാണ്, ബറേലിയിലും താന്തിയ തോപ്പിയാണ്. ഇവൻ ഝാൻസി റാണിയെ പോലും ഹെൽപ്പ് ചെയ്യാൻ ഇദ്ദേഹം ഒരു കണ്ടിജന്റ് ആയിട്ട് പോയിട്ടുണ്ട്. ഓക്കെ, പക്ഷെ ഇവിടെ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നാനാ സാഹിബ് ഈ വിപ്ലവം കഴിഞ്ഞപ്പോഴത്തേക്കും ബ്രിട്ടീഷുകാരുടെ കയ്യിൽ പെടാതെ നൈസായിട്ട് നേപ്പാളിലോട്ട് എസ്കേപ്പ് ചെയ്യുക. അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? ഗറില്ല വാർഫെയർ നടത്തുന്നുണ്ട്. ഒളിച്ചിരുന്ന് പഴശ്ശിയുടെ യുദ്ധമുറ, അത് ചെയ്യുന്നുണ്ട്. പഴശ്ശിയുടെ യുദ്ധമുറ അദ്ദേഹം അവിടെ നിന്നുകൊണ്ട് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബൊളീവിയൻ കാടുകളിൽ ചെഗ്വേര ചെയ്ത സെയിം പരിപാടി, അസിമെട്രിക് വാർഫെയർ എന്ന് പറയും. പക്ഷെ താന്തിയ തോപ്പിക്ക് ഇത് വലിയൊരു അമളിയ. നാനാ സാഹിബ് രക്ഷപ്പെട്ടു പോയി. ബീഗം ഹസ്രത് മഹൽ നേപ്പാളിലോട്ട് രക്ഷപ്പെട്ടു പോവാ. ഇവർ രണ്ടുപേരും തടി തപ്പി, അവരുടെ തടി അവര് സേഫ് ആക്കി. എക്സാക്ട്ലി ഷിഫനു, ഒളിപ്പോര്. പക്ഷേ താന്തിയ തോപ്പിയെ അദ്ദേഹത്തിന് സുഹൃത്ത് ഒറ്റിക്കൊടുക്കുക. കാര്യം താന്തിയ തോപ്പിയുടെ തലയ്ക്ക് നല്ല വില പറയും ബ്രിട്ടീഷുകാർ. അപ്പൊ താന്തിയ തോപ്പി ഉറങ്ങിക്കിടന്നപ്പോഴത്തേക്കും ഇതിനെ സുഹൃത്ത് ഇദ്ദേഹത്തെ ഒറ്റിക്കൊടുക്കുക. സോ ബ്രിട്ടീഷുകാർ ഇദ്ദേഹത്തെ ഉറക്കത്തിൽ നിന്നാണ് പിടിച്ചുകൊണ്ട് പോകുന്നതും തൂക്കിക്കൊല്ലുന്നതും. കലിപ്പി തീരയുടെ തല വെട്ടി പ്രദർശിപ്പിക്കുന്നുണ്ട്. പത്രത്തോളം ഒരു ടോർച്ചറിൽ കൂടെ താന്തിയ തോപ്പി അവസാനം കടന്നു പോകുന്നുണ്ട്. അപ്പം ഇതിനകത്ത് ഏറ്റവും കഷ്ടപ്പാട് അനുഭവിച്ച ലീഡേഴ്സ് താന്തിയ തോപ്പിയാണ്, അല്ലെങ്കിൽ ബഹദൂർ ഷാ സഫറാണ്. ഝാൻസി റാണിക്ക് പോലും യുദ്ധഭൂമിയിൽ മരിച്ചുള്ള ഭാഗ്യം കിട്ടി, അല്ലെ? പക്ഷെ ഇദ്ദേഹത്തെ പിടിച്ചുകൊണ്ട് തൂക്കിക്കൊല്ലുമായിരുന്നു. അത് ഭയങ്കര ഒരു ഇൻസൾട്ട് ആയിപ്പോയി അദ്ദേഹത്തിന്. നാനാ സാഹിബ് ബീഗം ഹസ്രത് മഹൽ തടയപ്പോയി. ആൾക്കാർ മരിച്ചത് എങ്ങനെയാണെന്ന് ചോദിക്കുന്നത് പി എസ് സിക്ക് ഒരു വീക്ക്നെസ് ആണ്. ആൾക്കാരുടെ മരണം പി എസ് സിക്ക് ഒരു വീക്ക്നെസ് ആണ്. അപ്പൊ ഇത് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ കൊല്ലപ്പെടുന്നതാര്, അല്ലെങ്കിൽ കൂട്ടത്തിൽ നേപ്പാളിൽ രക്ഷപ്പെടുന്നതാര്? അപ്പൊ നാനാ സാഹിബും ബീഗം ഹസ്രത് മഹലും കൊല്ലപ്പെടുവല്ല. ഈ ഹൈദരലി മരിച്ചത് എങ്ങനെയാണെന്ന് പി എസ് സി ചോദിച്ചിട്ടുണ്ട്. ഹൈദരലി മരിക്കുന്നത് എങ്ങനെയാ? ടിപ്പു സുൽത്താന്റെ അച്ഛൻ ഹൈദരലി എങ്ങനെയാ മരിക്കുന്നത്? ഹൈദരലി, യെസ് അനില, വെരി ഗുഡ്. ക്യാൻസർ ആയിരുന്നു, ക്യാൻസർ. ഇതൊക്കെ പഠിച്ചിട്ട് എന്ത് ചെയ്യാനാണ്? പക്ഷെ പി എസ് സി ചോദിക്കും. വളരെ വെറൈറ്റി ആയിട്ടുള്ള മരണങ്ങൾ പി എസ് സി ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കിനി ബനാറസിലേക്ക് പോയാലോ. ബനാറസിന്റെ മറ്റൊരു പേരെന്താ? ബനാറസിന്റെ മറ്റൊരു പേര് യെസ്, വാരണാസിയാണ് ബനാറസ് ആവുന്നത്. കാശിയും എല്ലാം ഒരു സ്ഥലം തന്നെയാണ്. അപ്പൊ അവിടുത്തെ ലീഡേഴ്സിനെ അടിച്ചമർത്തുന്നത് കൊളിൻ ക്യാമ്പൽ, സർ കേണൽ നീലാണ് ഇദ്ദേഹത്തിനെ അവിടെ അടിച്ചമർത്തുന്നത്. ജസ്റ്റ് ഒരു ഫാക്ച്വൽ ഡേറ്റ എന്നുള്ള രീതിയിൽ ഓർത്തിരിക്കുക കേട്ടോ. അപ്പൊ നമുക്ക് ഇവിടെ നമുക്ക് പഠിക്കാനുള്ള ഒരു എക്സ്ട്രാ പോയിന്റ് ഉണ്ട്. സ്പെക്ട്രത്തിനകത്ത് കൊടുത്തിട്ടുള്ളതാണ്, ചിലപ്പോൾ ആൾക്കാരെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ ഒരു കാലഘട്ടത്തിനെ എക്കണോമിക് കോഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തത് അല്ലെ. 1857 എക്കണോമിക് കോഴ്സ് എന്താണ്? ബ്രിട്ടീഷുകാർ ഇന്ത്യൻ എക്കണോമിയെ തകർത്തു. അതുകൊണ്ട് നമ്മൾ അവർക്കെതിരായിട്ട് നടത്തിയ പോരാട്ടമാണ് 1857 കൊടുത്ത് പഠിക്കുന്നുണ്ട്. ഇവിടെ കാറൽ മാർക്സിന്റെ കൊട്ടേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ് ഡിസ്കസ് ചെയ്ത അല്ലെ. ദേ ഇനണ്ടേറ്റഡ് ദ വെരി മദർ കൺട്രി ഓഫ് കോട്ടൺ വിത്ത് കോട്ടൺ. ഇന്ത്യ മരുഭൂമിയിലോട്ട് മണൽ കയറ്റിയേക്കുന്ന പരിപാടി. ഇന്ത്യയിൽ ഇഷ്ടം പോലെ പരുത്തി ഉണ്ട്. പക്ഷെ ബ്രിട്ടീഷുകാർ ചെയ്തത് ഇന്ത്യയിലെ പരുത്തി കൃഷിയെ നശിപ്പിച്ചിട്ട് ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ ബ്രിട്ടീഷിൽ നിന്നുള്ള പരുത്തി, കോട്ടൺ ഇന്ത്യയിലേക്ക് എക്സ്പോർട്ട് ചെയ്യുമായിരുന്നു. അപ്പൊ ഈ ഒരു കൊട്ടേഷൻ, ഈ ഒരു ഒബ്സർവേഷൻ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 1857 റിവോൾട്ടിന്റെ കോൺസിക്വൻസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഞാൻ ഇമ്പോർട്ടന്റ് ആക്ട്സ്, അതായത് 1773 മുതൽ 1940s ഇമ്പോർട്ടന്റ് ആക്ട്സ്
യൂട്യൂബിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടായിരുന്നോ? ആ ഒരു പ്ലേലിസ്റ്റ് എല്ലാവരും കണ്ടിട്ടുണ്ടോ? കാര്യം ഇതിൽ ആക്ടുകളുടെ ഒരു സെക്ഷൻ വരുന്നുണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എക്കണോമിക്സും ഹിസ്റ്ററിയും കോൺസ്റ്റിറ്റ്യൂഷനും എല്ലാം കൂടെ വരുന്നൊരു മേഖലയാണ്. അത് ഞാൻ ക്ലാസ്സിൽ എടുക്കുന്നതിനേക്കാൾ നല്ലത് അത് വൃത്തിയായിട്ട് ഞാൻ യൂട്യൂബ് വീഡിയോ ചെയ്തിട്ടുണ്ട്. അത് നോട്ട്സ് ഞാൻ നിങ്ങൾക്ക് തരാം. യൂട്യൂബ് വീഡിയോ കാണുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം. കാര്യം അത് ക്ലാസ് ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ മറ്റ് പോർഷൻ ഡിസ്കസ് ചെയ്യാനുള്ള ടൈം ആയിരിക്കും നമുക്ക് നഷ്ടപ്പെടുക. കുറച്ച് ടൈം നമുക്ക് ലാഭിക്കാമല്ലോ. ഞാൻ പ്ലേലിസ്റ്റ് നമ്മുടെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. ഓക്കെ, വീഡിയോസ് ആ നോട്ട്സിന്റെ ഗ്രൂപ്പിൽ ഷെയർ ചെയ്തേക്കാം. വീഡിയോസ് കാണുക. കാര്യം ആക്ടുകൾ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയിരിക്കും. ഓക്കെ, സമയം ഞാൻ ഷെയർ ചെയ്തേക്കാം. ക്ലാസ്സിൽ എടുക്കണോ നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ ക്ലാസ്സിൽ എടുക്കാം, കുഴപ്പമില്ല. പക്ഷെ ബാക്കി ഇതിനേക്കാൾ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സ് വേറെ ഉണ്ട്. അപ്പൊ അതിന് ടൈം നമുക്കൊരു സേവ് ചെയ്യാനാണ് ഇത് ഈ ഒരു ഐഡിയ പറഞ്ഞിട്ടുള്ളത്. ക്ലാസ്സിൽ ഇരുന്നാലും യൂട്യൂബിനകത്ത് തന്നെ കണ്ടിട്ട് നിങ്ങൾക്ക് കിട്ടിയാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ അതിൽ പറയുന്നൊരു കാര്യമാണ് ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ്. പിന്നെ അത് പ്രധാനപ്പെട്ട പോയിന്റുകൾ ഞാൻ ക്ലാസ് പറഞ്ഞുതരാം. ഹിസ്റ്റോറിക്കൽ ഡയമെൻഷനുള്ള പോയിന്റുകളൊക്കെ ഞാൻ ക്ലാസ്സിൽ തന്നെ പറഞ്ഞുതരാം. അത് കുറെ എക്കണോമിക്സും പൊളിറ്റിക്കും ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഈ ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, ഇതിന് മറ്റൊരു പേരെന്താ? ഒരു ചോദ്യം വന്നിട്ടുള്ള ഇതിന്റെ സദ്ഭരണത്തിന്റെ നിയമം എന്നറിയപ്പെടുന്ന നിയമം ഏത്? ബെറ്റർ ഗവൺമെന്റ് അല്ലെങ്കിൽ ഗുഡ് ഗവൺമെന്റ്, സദ്ഭരണം, നല്ല ഭരണം. ഇത് ഏത് ആക്ടിന്റെ പേരാ? നമുക്ക് മുൻകാല ചോദ്യമാണ്. ഈ ആക്ടിന് മറ്റൊരു പേരെന്താ? ഓ, 35 ആണോ? അല്ല, നിങ്ങൾ അവിടാണ് തെറ്റിപ്പോകുന്നത്. അപ്പൊ ഇതൊക്കെ നമ്മൾ ക്ലാസ് ഡിസ്കസ് ചെയ്യാം. ഹിസ്റ്റോറിക്കൽ ഡയമെൻഷൻ. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1858 മറ്റൊരു പേരാണിത്. ആക്ട് ഫോർ ദ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 1835 അല്ല, 1858 ആണ്. അതായത് ഇതിന്റെ കോണ്ടെക്സ്റ്റ്, ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു വിപ്ലവം ഉണ്ടാവുന്ന റീസൺ എന്താ? ബ്രിട്ടീഷുകാരുടെ ഭരണം ശരിയല്ലാത്തതുകൊണ്ടാണ്. ഇനി മുതൽ ഞങ്ങൾ ഇന്ത്യ നന്നായിട്ട് ഭരിച്ചോളാം. ബെറ്റർ ഗവൺമെന്റ്, സദ്ഭരണം, അങ്ങനെയുള്ള വാക്ക് എന്നിട്ട് നോക്കി ഈ സമയം കൊണ്ടുവന്നിട്ടുള്ളത്. കാര്യം ഇതിന്റെ കോണ്ടെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 1857 റിവോൾട്ടിനകത്ത് ബ്രിട്ടീഷർ അവസാനം ജയിക്കുവാണ് അല്ലെ. ബ്രിട്ടീഷുകാർ ജയിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഈ റിവോൾട്ടിൽ ബ്രിട്ടീഷുകാരെ സപ്പോർട്ട് ചെയ്ത കുറെ ആൾക്കാരുണ്ട്. അപ്പൊ അവർക്ക് റിവോൾട്ട് ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മുടെ കൂടെ നിന്ന് ആൾക്കാരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണ്ടേ. അതിനൊരു അവരെ ഒന്ന് ഹാപ്പി ആക്കാനാണ് ഈ ആക്ട് കൊണ്ടുവന്നത്. ഈ ആക്ടിനകത്ത് കുറെ ഫെസിലിറ്റീസ് അവർ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ആക്ടിനെ അങ്ങനെ വിളിക്കുന്ന പേരാണ് ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, നന്നായിട്ട് ഭരിക്കാനുള്ള ഒരു ആക്ട്. ഓക്കെ, അതിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പ് ചില റാൻഡം പോയിന്റുകൾ ഒന്ന് പഠിച്ചിരിക്കാം. അതായത് ആർമി അമാൽഗമേഷൻ, ഇതൊക്കെ നല്ല ചോദ്യമായിരിക്കും വന്നു കഴിഞ്ഞാൽ. ആർമി അമാൽഗമേഷൻ സ്കീം അല്ലെ. എന്താണ് ആർമി അമാൽഗമേഷൻ സ്കീം? 1861 ബ്രിട്ടീഷ് ഗവൺമെന്റ് സ്കീമാണ് ആർമി അമാൽഗമേഷൻ സ്കീം. ഇതില് അമാൽഗമേഷൻ എന്ന് വെച്ചാൽ എന്താ? അമാൽഗമേഷൻ എന്ന് വെച്ചാൽ എന്താ അർത്ഥം? യെസ്, അജീഷ് പറഞ്ഞ കറക്റ്റ്, വെറും വാഗ്ദാനമായിരുന്നു. ദാറ്റ്സ് ട്രൂ. അമാൽഗമേഷൻ രണ്ട് സംഭവം. അമാൽഗം എന്ന് വെച്ചാൽ മെർക്കുറിയുടെ ഓറ എന്നൊക്കെ എല്ലാവർക്കും അറിയാം. അമാൽഗമേഷൻ മീൻസ് ജോയിൻ ചെയ്യിക്കുക അല്ലെ. അപ്പൊ ആർമി അമാൽഗമേഷൻ സ്കീം അല്ലെ. അമാൽഗമേഷൻ രണ്ടിനെ ജോയിൻ ചെയ്യിക്കുക. സ്പ്ലിറ്റ് ചെയ്യുന്നതും അമാൽഗമേറ്റ് ചെയ്യുന്നതും ഡിഫറെന്റ് ആണ്. സ്പ്ലിറ്റിംഗ് രണ്ടാക്കുക, അമാൽഗമേറ്റ് ഒന്നാക്കുക. അപ്പൊ ആർമി അമാൽഗമേഷൻ സ്കീം എന്ന് വെച്ച് കഴിഞ്ഞാല് ഏതോ രണ്ട് ആർമികളെ അമാൽഗമേറ്റ് ചെയ്യുക അല്ലെ, ഒരുമിച്ചാക്കുക. അതായത് ഈ സമയത്ത് 1857 ഇന്ത്യയിൽ രണ്ട് ടൈപ്പ് ആർമി ഉണ്ട്. ഓക്കെ, ഒരു ആർമി എന്ന് വെച്ചാൽ എന്താ? ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ആർമിയാണ്, അല്ലെങ്കിൽ ബ്രിട്ടീഷ് ക്രൗൺ രാജ്ഞിയുടെ ആർമിയാണ് ഒരെണ്ണം. മറ്റേ ആർമി ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയാണ് അല്ലെ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ ആർമിയാണ്. ഈ ബ്രിട്ടീഷ് ക്രൗൺ എന്ന് വെച്ചാൽ എന്താ? ഗവൺമെന്റിന്റെ ഭാഗമാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി ബ്രിട്ടീഷ് ഗവൺമെന്റ് ആണോ? ബ്രിട്ടീഷ് ഗവൺമെന്റ് അപ്പോയിന്റ് ചെയ്തൊരു പ്രൈവറ്റ് കമ്പനിയാണ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇവരാണ് ഇന്ത്യ ഭരിക്കുന്നത്, ബ്രിട്ടീഷ് ഗവൺമെന്റ് വേണ്ടിട്ട്. ഇത് പ്രൈവറ്റ് ആർമിയാണ് അല്ലെ. ഇവിടെ പറ്റിപ്പോയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ട് ഉണ്ടല്ലോ, ആക്ട് ഫോർ ബെറ്റർ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1958, ഈ ആക്ട് വന്നപ്പോഴത്തേക്കും ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നമ്മൾ അബോളിഷ് ചെയ്യുവാണ്. ഇന്ത്യയിൽ ഇത്രയും കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് ആരാ? ഈസ്റ്റ് ഇന്ത്യ കമ്പനിയാണേ. അതുകൊണ്ട് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കംപ്ലീറ്റ്ലി അബോളിഷ് ചെയ്യുക. അപ്പൊ അതിന്റെ അണ്ടറിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരാ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പട്ടാളക്കാര്. ഇവരുടെ പണി പോവാണ്. അപ്പൊ ഇവരെന്ത് ചെയ്യുന്നുണ്ട്? ബ്രിട്ടീഷ് ഗവൺമെന്റ് ബ്രിട്ടീഷ് ആർമിയിലേക്ക് അമാൽഗമേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്, ജോയിൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. അങ്ങനെ കുറെ പട്ടാളക്കാർ ജോലിയും കൂലിയിലും വെറുതെ ഇരിക്കുവാണ്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിയിലെ പട്ടാളക്കാർക്ക് ജോലി പോയി. അപ്പൊ എന്ത് ചെയ്യുന്നു? അവരെ ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുന്നു. ആ ഒരു കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയോ? ഇവിടെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇത്രയും കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയോ? ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഒന്ന്
ഹാൻഡ് റൈസ് ചെയ്യോ? ഇത്രയും കോൺസെപ്റ്റ് ക്ലിയർ ഹാൻഡ് ഒന്ന് റൈസ് ചെയ്യോ? യെസ്, യെസ്, ഫൈൻ, ഫൈൻ. ഇവിടെ പലർക്കും സംശയമുള്ള ഒരു മേഖല എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1 സെക്കൻഡ്. യെസ്, ഇവിടെ പലർക്കും സംശയമുള്ള ഒരു ടോപ്പിക്കാണ് വൈറ്റ് മ്യൂട്ടണി. വൈറ്റ് മ്യൂട്ടണി എന്നൊരു കോൺസെപ്റ്റ് ഉണ്ട്. വൈറ്റ് മ്യൂട്ടണി അതായത് 18 റിവോൾട്ടിന് ശേഷം, അതായത് 1857 റിവോൾട്ടിന് ശേഷം ഇന്ത്യയിലെ വൈസ്രോയ് ആരാ? കാനൻ പ്രഭുവാണ്. നമ്മൾ അതിനെപ്പറ്റി താഴെ പഠിക്കും. കാനൻ പ്രഭുവാണ്. അപ്പം കാനൻ പ്രഭുവിന്റെ സമയത്ത് നടന്ന ഏറ്റവും വലിയ ഇൻസിഡൻസ് ഒന്നാണ് ഈ പറയുന്ന വൈറ്റ് മ്യൂട്ടണി എന്ന് പറയുന്നത്. 1857 റിവോൾട്ടിൽ എന്താ സംഭവിച്ചത്? ഇന്ത്യക്കകത്തെ പട്ടാളക്കാര് ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട് വിപ്ലവം നടത്തി. ഇതുപോലെ ബ്രിട്ടീഷ് പട്ടാളക്കാരും ബ്രിട്ടീഷ് ഗവൺമെന്റിനെതിരായിട്ട് വിപ്ലവം നടത്തുന്നുണ്ട്. അതിന്റെ റീസൺ ആർമി അമാൽഗമേഷൻ ആക്ടാണ്. അപ്പൊ നിങ്ങൾ പണ്ടത്തെ പോലെ ഇൻഡിവിജ്വൽ ആയിട്ട് അല്ല, കണക്ട് ചെയ്ത് ഓർത്തിരിക്കുക. ആർമി അമാൽഗമേഷൻ സ്കീം 1861 അത് ആരുടെ സമയത്ത്? കാനന്റെ സമയത്ത്. കാനന്റെ സമയത്ത് തന്നെയാണ് വൈറ്റ് മ്യൂട്ടണി. കാര്യം ഇത് രണ്ടും കണക്റ്റഡാ, രണ്ടും റിലേറ്റഡാ. ബിക്കോസ് ഇവിടെ നമ്മൾ കണ്ടല്ലോ, ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ പട്ടാളക്കാരെ ബ്രിട്ടീഷ് ക്രൗൺ ഏറ്റെടുക്കുവാണ്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ. ഒരു എഞ്ചിനീയർ അല്ലെങ്കിൽ ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു ലോയർ, ഇവർക്കൊക്കെ ഏറ്റവും ശമ്പളം പ്രൈവറ്റ് സെക്ടറിലാണോ ഗവൺമെന്റ് സെക്ടറിലാണോ? ശമ്പളം നോക്കുമ്പോഴത്തേക്കും പ്രൈവറ്റ് സെക്ടറിലാണോ ഗവൺമെന്റ് സെക്ടറിലാണോ? ഒബ്വിയസ്ലി പ്രൈവറ്റിലാണ്. പക്ഷെ ജോബ് സെക്യൂരിറ്റി എവിടാ? ജോബ് സെക്യൂരിറ്റി, ജോലിയുടെ സെക്യൂരിറ്റി അത് ഗവൺമെന്റിലാണ്. ഇപ്പൊ നിങ്ങളുടെ കൂട്ടത്തില് ഡോക്ടേഴ്സ് ഉണ്ട്, എഞ്ചിനീയേഴ്സ് ഉണ്ട്, ലോയേഴ്സ് ഉണ്ട്, പ്രൊഫഷണൽസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. നിങ്ങൾ പക്ഷെ എന്തുകൊണ്ടാണ് ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് നോക്കുന്നത്? ജോബ് സെക്യൂരിറ്റി. ശമ്പളം ഇത്തിരി കുറവാണെങ്കിലും കിട്ടിക്കൊണ്ടേയിരിക്കും. കൊറോണയുടെ സമയത്തും കാശ് ഗവൺമെന്റ് എംപ്ലോയീസിനായാലും ഉണ്ടായിരുന്നുള്ളൂ, അല്ലെ? കിട്ടിക്കൊണ്ടേയിരിക്കും. ഇവിടെ സംഭവിച്ചത് അതാണ്. ബ്രിട്ടീഷ് ക്രൗൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റൽ എന്റിറ്റിയാണ്. ബ്രിട്ടീഷ് ക്രൗണിന് അണ്ടറിലെ പട്ടാളക്കാരുണ്ട്. അവർക്ക് വലിയ ശമ്പളമൊന്നും ഇല്ലെങ്കിലും ജോബ് സെക്യൂരിറ്റി ഉണ്ട്. പക്ഷെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഉണ്ടോ? ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രൈവറ്റ് കമ്പനി ആയിരുന്നു. അതുകൊണ്ട് ഇവരുടെ പട്ടാളക്കാർക്ക് നല്ല ശമ്പളം കൊടുക്കുമായിരുന്നു. പക്ഷെ ഇപ്പം ആ പട്ടാളക്കാരുടെ പണി പോയി. മനസ്സിലായില്ലേ? ജോബ് സെക്യൂരിറ്റി. കാരണം ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ തന്നെ അബോളിഷ് ചെയ്തു. ബ്രിട്ടീഷ് ക്രൗണിനെ ആർക്കും അബോളിഷ് ചെയ്യാൻ നോക്കത്തില്ല, അതായത് ഗവൺമെന്റ് ആണ്. പക്ഷെ ഈ ഈസ്റ്റ് ഇന്ത്യ കമ്പനി അബോളിഷ് ചെയ്തുകൊണ്ട് പട്ടാളക്കാരുടെ പണി പോയി. ഈ പട്ടാളക്കാരെ ബ്രിട്ടീഷ് പട്ടാളത്തിലേക്ക് എടുക്കുകയും ചെയ്തു. അപ്പം ഈ പ്രൈവറ്റ് ആർമിക്ക് പണ്ട് കിട്ടിക്കിട്ടുന്ന ശമ്പളം ഇപ്പം കിട്ടുമോ? ഇല്ല. ശമ്പളവും അലവൻസും കാര്യങ്ങളും എല്ലാം കുറഞ്ഞു. ഇതിനെതിരായിട്ട് ഇവര് നടത്തിയ വിപ്ലവമാണ് വൈറ്റ് മ്യൂട്ടണി എന്ന് പറയുന്നത്. വൈറ്റ് മ്യൂട്ടണി. അപ്പൊ ആർമി അമാൽഗമേഷൻ സ്കീമും കാനനും വൈറ്റ് മ്യൂട്ടണിയും തമ്മിലുള്ള ബന്ധം എല്ലാവരും ക്ലിയർ ആണോ? ഇത്രയും കോൺസെപ്റ്റ് സെറ്റ് ആണോ? ഏതുറക്കത്തിൽ ചോദിച്ചാലും പറഞ്ഞോണം. യെസ്, നമ്മൾ ഇനി വൈറ്റ് മ്യൂട്ടണി താഴെ വരുന്നുണ്ട്, അപ്പൊ ഞാൻ ഡിസ്കസ് ചെയ്യത്തില്ല. അപ്പൊ ഇത് നിങ്ങൾ മനസ്സിലിരിക്കണം. അപ്പൊ ഇതിന്റെ കൂടെ നിങ്ങൾ മനസ്സിലാക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം മാർഷ്യൽ റേസുകളെ വളർത്തി എന്നുള്ളതാണ്. മാർഷ്യൽ റേസ് നമ്മൾ ഈ ഹിസ്റ്ററി ഒക്കെ പഠിക്കുമ്പോഴത്തേക്കും കറണ്ട് അഫയേഴ്സ് ലിങ്ക് ചെയ്ത് പഠിക്കണം. ഭയങ്കര രസമായിരിക്കും. 1857 റിവോൾട്ടില് ബ്രിട്ടീഷുകാർക്കെതിരായിട്ട് പോരാടാതെ ഇരുന്ന ചുരുക്കം ചില റെജിമെന്റുകൾ ഒന്നാണ് ഗൂർഖ റെജിമെന്റ്. ബിക്കോസ് അവർ ലോയലാണ്. അത്രത്തോളം വാങ്ങിച്ച പൈസക്ക് പണിയെടുക്കാന്ന് പറയില്ലേ, ആ ടൈപ്പാണ് അവര്. ഇപ്പൊ നേപ്പാളിലെ സിറ്റിസൺസ് ആണ് ഇന്ത്യയിൽ വന്നിട്ട് ഗൂർഖ റെജിമെന്റിനകത്ത് ഇരിക്കുന്നതും ഓഫീസേഴ്സ് ആവുന്നതും കേണലും ഒക്കെ ആവുന്നതും. പക്ഷെ അവർ എന്താ പറയാ, ലോയൽറ്റി ഇന്ത്യ അടുത്തായിരിക്കും, ആസ് ലോങ് ആസ് ദേ ആർ പാർട്ട് ഓഫ് ആർമി. അപ്പൊ 1857 റിവോൾട്ടിലും ബ്രിട്ടീഷുകാർ ഗൂർഖകളെ ഉപയോഗിച്ചാണ് ഇന്ത്യൻ വിപ്ലവകാരെ അടിച്ചമർത്തുന്നത്. സോ ഗൂർഖ റെജിമെന്റ് എന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും റെപ്യൂട്ടഡ് റെജിമെന്റ്സിൽ ഒന്നാണ്. ബ്രിട്ടീഷ് ക്രൗണിന് അണ്ടറിൽ പോലും ഇന്ന് ഗൂർഖാസ് ഉണ്ട്. റഷ്യയിലും റഷ്യൻ സ്പെഷ്യൽ ഫോഴ്സസിലും ബ്രിട്ടീഷ് ക്രൗണിലും ഒക്കെ ഗൂർഖാസ് ഉണ്ട്. മനസ്സിലാക്കണം. കാര്യം ഗൂർഖകൾ എല്ലാവർക്കും ആവശ്യമുണ്ട്. അപ്പം ഗൂർഖ റെജിമെന്റ് അല്ലെങ്കിൽ മാർഷ്യൽ റേസസ് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്യാനുള്ള റീസൺ ഇതാണ്. കാര്യം 1857 റിവോൾട്ടിൽ ഒരുവിധപ്പെട്ട എല്ലാ ആൾക്കാരും ബ്രിട്ടീഷുകാർക്കെതിരെ തോന്നിയപ്പോഴത്തേക്കും മാർഷ്യൽ റേസ് എന്ന് വെച്ചാൽ എന്താ, ഇവര്
ഇവരുടെ ഈ വംശത്തിന്റെ തൊഴിൽ തന്നെ മാർഷ്യലാണ്, വിച്ച് മീൻസ് യുദ്ധം ചെയ്യൽ അല്ലെങ്കിൽ പട്ടാളം പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. രജപുത്തിനെ ജാട്സിനെ സിഖുകാരെയൊക്കെ പോലെ അതൊരു മാർഷ്യൽ റേസിലായിരുന്നു ഗൂർഖ റെജിമെന്റ്. 1850s റിവോൾട്ടിൽ പങ്കെടുക്കാത്ത റെജിമെന്റ് ഏത്? ഗൂർഖ റെജിമെന്റ്. നമുക്ക് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പം ഈ ഒരു ഇവന്റിന് ശേഷമാണ് മാർഷ്യൽ റേസുകളെ നമുക്ക് കൂടുതലായിട്ട് ആർമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ള ചിന്ത വന്നത്. നമുക്കറിയാം ഇപ്പൊ ആർമിയിൽ ഞാൻ ഡൗട്ട് ചോദിച്ചോട്ടെ, നമ്മുടെ ആർട്ടിക്കിൾ 25 കോൺസ്റ്റിറ്റ്യൂഷൻ എന്താ പറയാ? അല്ല, അതിന് മുമ്പാണ് കേട്ടോ. യെസ്, ആർമി അമാൽഗമെന്റ് സ്കീം വന്നതിന് ശേഷമാണ് വൈറ്റ് മ്യൂട്ടിനി എന്നാണ് എന്റെ ഓർമ്മ. യെസ്, ഓക്കെ അജീഷ്, നമുക്ക് കോസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം എന്നുള്ള ചോദ്യമാണ് അത്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ആർമി അമാൽഗമെന്റ് സ്കീം വരുന്നത് അതിന് ശേഷമാണ് വൈറ്റ് മ്യൂട്ടിനി വരുന്നത്. ഓക്കെ, യെസ്. അപ്പം ആർട്ടിക്കിൾ 25 എന്താ പറയുന്നത് പറഞ്ഞേ? ആർട്ടിക്കിൾ 25 സെക്യുലാരിസം ആണല്ലേ? സെക്യുലാരിസം ആണ് പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ പ്രിയാമ്പിളിനകത്ത് സെക്യുലാരിസത്തെ പറ്റി വന്നത് മതനിരപേക്ഷമാണ് ഇന്ത്യ എന്നാണ് പറയാം. പക്ഷേ പട്ടാളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വംശത്തിന്റെ പേരിലുള്ള റെജിമെന്റ്സ് കാണാം. ആർട്ടിക്കിൾ 15 പറയുന്നത് എന്താ? പ്രൊഹിബിഷൻ ഓഫ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത്. അതൊക്കെയാണ് ആർട്ടിക്കിൾ 15 പറയുന്നത് അല്ലെ? വിവേചനം പാടില്ല, വംശത്തിന്റെ പേരിൽ വിവേചനം പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ആർമിയിൽ എന്തുണ്ട്? രജപുത് റെജിമെന്റ് ഉണ്ട്, സിഖ് റെജിമെന്റ് ഉണ്ട്, ജാട്ട് റെജിമെന്റ് ഉണ്ട്. പണ്ട് നായർ റെജിമെന്റ് ഉണ്ടായിരുന്നത് പിന്നെ മദ്രാസ് ആർമിയിൽ അമാൽഗമേറ്റ് ചെയ്തു. ഗൂർഖ റെജിമെന്റ് ഉണ്ട് അല്ലെ? സൗത്ത് ഒഴിച്ച് സൗത്തില് ഈ പറഞ്ഞ വംശത്തിനകത്ത് സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നില്ല. ഇവിടെ ഇത്തിരി വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരാണ്. പക്ഷെ നോർത്തിൽ ഇപ്പോഴും റേഷ്യൽ റെജിമെന്റ്സ് ഉണ്ട്. അതൊക്കെ തുടങ്ങിയത് ഇതിന്റെ ഭാഗമായിട്ടാണ്. അതായത് ബ്രിട്ടീഷുകാരുടെ പോളിസിയാണ് വിഭജിക്കുക, ഭരിക്കുക. രജപുത് റെജിമെന്റിനകത്ത് രജപുത്തന്മാർ മാത്രമേ കാണത്തുള്ളൂ, സിഖ് റെജിമെന്റിൽ സിഖുകാർ മാത്രമേ കാണത്തുള്ളൂ, ജാട്ട് റെജിമെന്റിൽ ജാട്ടുകാർ മാത്രമേ കാണത്തുള്ളൂ, ഗൂർഖ റെജിമെന്റിൽ ഗൂർഖാസ് മാത്രമേ കാണുള്ളൂ. അപ്പൊ അതിന്റെ റീസൺ എന്താ? 1850s റിവോൾട്ടിന്റെ പ്രധാനപ്പെട്ട കാരണം ഇന്ത്യക്കാരുടെ ഒത്തൊരുമയാണ്. ഇങ്ങനെ മാർഷ്യൽ റേസസ് ആർമിയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാലേ ഇവർ ഒരുമിച്ചിരിക്കില്ല. അവര് സങ്കുചിതമായിട്ട് ചിന്തിക്കും, വളരെ നാരോ മൈൻഡായിട്ട് ചിന്തിക്കും. ഒരു പട്ടാളത്തിനകത്ത് സിഖുകാരനും പഞ്ചാബിയും ഹിന്ദുവും മുസൽമാനും ആംഗ്ലോ ഇന്ത്യനും ക്രിസ്ത്യനും എല്ലാവരും ഉണ്ടെങ്കിലാണ് അവർക്കിടയിൽ യൂണിറ്റ് വരിക. പക്ഷെ ഒരു പട്ടാളത്തിനകത്ത് ഒരു റെജിമെന്റിൽ ഒരു വംശം മാത്രമേ ഉള്ളെങ്കിലോ അവർക്കിടയിലുള്ള അന്തരവ് കൂടും. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഇന്ത്യക്കാർക്ക് ഇടയിലുള്ള യൂണിറ്റി അല്ലെങ്കിൽ ഒത്തൊരുമ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് മാർഷ്യൽ റേസുകൾ ആരംഭിക്കുന്നത്. ഒരു കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയോ? പക്ഷെ ഇന്ന് മാർഷ്യൽ റേസുകൾ ഉണ്ടെങ്കിൽ പോലും അതിന്റെ സിസ്റ്റം വേറെയാണ്. ഫോർ എക്സാമ്പിൾ, സിഖ് റെജിമെന്റിന്റെ കമാൻഡിംഗ് ഓഫീസർ ഇടയ്ക്ക് വെച്ചൊരു മലയാളിയായിരുന്നു. ഓക്കെ, ഗൂർഖ റെജിമെന്റിന്റെ കമാൻഡിംഗ് ഓഫീസർ ചിലപ്പോൾ സിഖുകാരനായിരിക്കും. ഇന്ന് മാർഷ്യൽ റേസ് റെജിമെന്റ് ഉണ്ടെങ്കിലും അത് മിക്സ് ചെയ്തിട്ട് അതിനകത്ത് ഇപ്പം രജപുത് റെജിമെന്റിന്റെ കമാൻഡിംഗ് ഓഫീസറായിട്ട് വരുന്ന ഒരു പക്ഷേ മുസൽമാനായിരിക്കും. മനസ്സിലായല്ലേ? ഇന്ന് റെജിമെന്റുകളുടെ പേരിൽ മാത്രമാണ് വംശമുള്ളത്, അതിന്റെ ഉള്ളില് എല്ലാ മതത്തിലുള്ള ആൾക്കാരും മിക്സഡ് ആയിരിക്കും. അതിന്റെ കോൺസെപ്റ്റ് ക്ലിയർ ആയോ? യെസ് ദേവിക, ദാറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. ആർമിക്ക് ഈ പറയുന്ന പോലെ ആർട്ടിക്കിൾ 34 പ്രകാരം 33, 34 ഒക്കെ ഉണ്ടല്ലോ, ലിമിറ്റഡ് ഫണ്ടമെന്റൽ റൈറ്റ്സേ ഉള്ളൂ. ദാറ്റ്സ് ട്രൂ. യെസ്. അപ്പൊ ഇതിന്റെ റീസൺ എന്താ? ഡിവൈഡ് ആൻഡ് റൂൾ ആണ് റീസൺ. വിഭജിക്കുക, ഭരിക്കുക. ഇവന്മാർ ഒരുമിച്ച് നിന്നെങ്കിലല്ലേ അടി ഉണ്ടാകത്തുള്ളൂ. ഇവന്മാരെ സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാലോ ഇവന്മാരെല്ലാം 4 പേര് 4 വഴിക്ക് പൊക്കോളുന്ന ചിന്തയാണ്. പിന്നീട് ഇവിടെ വരുന്ന ഒരു ഇമ്പാക്ട് ആണ് ഇന്ത്യൻ സിവിൽ സർവീസസ് ആക്ട് 1861. ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട് 1861. ഞാൻ ചോദിച്ചോട്ടെ, സിവിൽ സർവന്റ് ആവുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാരാ? IAS ക്ലിയർ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരനാരാ? PSയുടെ ചോദ്യമാണ്. സിവിൽ സർവീസ് ക്ലിയർ ചെയ്യുന്ന ആദ്യത്തെ ഇന്ത്യക്കാരൻ. അതിനും 1850s റിവോൾട്ടിനും ഒക്കെ ആയിട്ട് എന്താ ബന്ധം? എന്താ എന്നുള്ള പരസ്പര ബന്ധം? യെസ്, സത്യേന്ദ്രനാഥ് ടാഗോർ ആണ് ഇന്ത്യയിലെ ആദ്യത്തെ IAS കാരൻ. അന്ന് ICS എന്നാ വിളിക്കുക, ICS, ഇന്ത്യൻ സിവിൽ സർവീസ്. ഇതാണ് ഇന്നത്തെ IAS. അതായത് ഇതിനും ഈ റിവോൾട്ടിനോട് വളരെ വലിയ ബന്ധമുണ്ട്. കാര്യം 1857 റിവോൾട്ടിന് പ്രധാനപ്പെട്ട കാരണങ്ങളിൽ ഒന്നെന്ന് പറയുന്നത് ഇന്ത്യക്കാർക്ക് ഭരണത്തിൽ പങ്കാളിത്തം കൊടുത്തിട്ടില്ല. അതിന്റെ കലിപ്പ് നമ്മൾ തീർത്തു. ഇങ്ങനെ നമ്മളെ ഭരിക്കുന്നു, നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഒരു കളക്ടർ, ഒരു ബ്രിട്ടീഷുകാരൻ കളക്ടർ നമ്മളെ ഭരിക്കുന്നു. നമുക്ക് ദേഷ്യം വരത്തില്ലേ? നമ്മുടെ ആൾക്കാർക്ക് എന്താ ജോലി കൊടുക്കാത്തത്? അപ്പം ആ ഒരു വിഷമം തീർക്കാൻ വേണ്ടിയിട്ടാണ് ഈ ആക്ട് കൊണ്ടുവന്നത്, 1861 ഇന്ത്യൻ സിവിൽ സർവീസ് ആക്ട്. ഇതിൽ ഏതൊരു ഇന്ത്യക്കാരൻ, അവൻ ഏത് വംശത്തിലെയോ മതത്തിലെയോ ഏത് സോഷ്യൽ ഗ്രൂപ്പിലെ ആളാണെങ്കിലും
അവന് കഴിവുണ്ടെങ്കിൽ സിവിൽ സർവീസ് എഴുതിയെടുത്ത് കയറിക്കോ എന്ന് ബ്രിട്ടീഷുകാർ ചലഞ്ച് ചെയ്യുമായിരുന്നു. ആ ചലഞ്ച് ഏറ്റെടുത്ത വ്യക്തിയാണ് ടാഗോർ ഫാമിലിയിലെ വൺ ഓഫ് ദി സീനിയർ മെമ്പർ ആയിട്ടുള്ള സത്യേന്ദ്രനാഥ് ടാഗോർ. അപ്പം 1861 സിവിൽ സർവീസ് സത്യേന്ദ്രനാഥ് ടാഗോർ അത് എഴുതി എടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്ക് അതിലേക്കൊക്കെ വരാം. അപ്പൊ അതിനെ കണ്ടിന്യൂഷൻ അടുത്ത സെക്ഷൻ നമുക്ക് കിട്ടുന്നത് 1857 മുതൽ 1885 എന്നുള്ള ചരിത്രം നമ്മൾ ഇന്ന് പഠിക്കും. അപ്പൊ അതിനകത്ത് ആ ഒരു കഥ നിങ്ങൾക്ക് കിട്ടും. അപ്പോഴേ ഈ ഒരു ടേബിൾ വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം ഇതിനകത്ത് ഓരോ ചരിത്രകാരും അല്ലെങ്കിൽ ഓരോരുത്തരും 1857 എങ്ങനെയാണ് നോക്കിക്കണ്ടതെന്ന് പഠിക്കണം. ഓക്കെ, നമുക്ക് ഓൾറെഡി PSC ചോദിച്ചിട്ടുള്ള ചോദ്യമാണ് 1857 റിവോൾട്ടിനെ ഷിപ്പോയ് മ്യൂട്ടണി എന്ന് വിളിച്ചത് ആര് എന്നുള്ള ചോദ്യമുണ്ട്. അതാരാ വിളിച്ചേ? സർ ജോൺ ലോറൻസ്. സർ ജോൺ ലോറൻസ് ആണ് വിളിക്കുന്നത്. അതായത് 1857 റിവോൾട്ട് അത് റിവോൾട്ടും തേങ്ങയൊന്നും അല്ല. അത് കുറച്ച് ശിപ്പായിമാരെ നടത്തിയ ചെറിയ മ്യൂട്ടണി, ലഹള മാത്രമാണ്. വിപ്ലവം ഇതാണെങ്കിൽ ലഹള ഇതാണ്. ചെറിയ സാധനം ലഹള, വിപ്ലവം വലിയ സാധനമാണ്. അപ്പൊ 1857 റിവോൾട്ടിനെ പുച്ഛിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാർ തന്നെ വിളിച്ച പേരാണ് ഷിപ്പോയ് മ്യൂട്ടണി. നമുക്ക് ഈ ചോദ്യം PSC ബുള്ളറ്റിനിൽ വന്നിട്ടുണ്ട്. പുച്ഛത്തോടുകൂടി ബ്രിട്ടീഷുകാർ വിളിച്ച ഇതേ പേരാണ് ഇന്നും നമ്മളും പാഠപുസ്തകങ്ങൾ ഉപയോഗിക്കുന്നത്. പിന്നെ നിങ്ങൾ 1857 റിവോൾട്ടിനെ പറ്റി പറയുമ്പോൾ റിവോൾട്ട് എന്ന് തന്നെ പറയാം, ഷിപ്പോയ് മ്യൂട്ടണി എന്ന് പറയാതിരിക്കുക. കാരണം നമ്മളെ പുച്ഛിക്കാൻ വേണ്ടി ബ്രിട്ടീഷുകാരുടെ പേരാണത്. ഓക്കെ, ഇവിടുത്തെ മറ്റൊരു ഡയമെൻഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഈ പേര് വിളിച്ചത് സർ ജോൺ സീലെയാണ്. സർ ജോൺ സീലെ. ഇദ്ദേഹത്തെ പോലെയുള്ള മറ്റൊരു ഹിസ്റ്റോറിയനാണ് സർ ജോൺ ലോറൻസ്. അപ്പൊ ഈ രണ്ട് പേരും ഇതിനെപ്പറ്റി ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഇതിനകത്ത് പ്രോപ്പറായിട്ട് പറഞ്ഞാൽ ജോൺ സീലെ പറഞ്ഞതിനെ കോപ്പി അടിച്ചാൽ ബാക്കിയുള്ളത് വിളിച്ചിട്ടുള്ളത്. പക്ഷെ PSC ആൻസർ കീയിൽ ജോൺ ലോറൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കാം, വേറെ ഒന്നും ഇങ്ങനെ തന്നെ പഠിച്ചോളൂ. ഓക്കെ, പിന്നീട് ഡോക്ടർ K ദത്തയുടെ ഒബ്സർവേഷൻ നിങ്ങൾ നോക്കാം. ഇവിടെ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം എന്താ? ഈ റിവോൾട്ടിനെ 1857 റിവോൾട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ യുദ്ധം എന്നൊക്കെ വിളിച്ചതാരാ? VD സർവാർക്കാണ്. VD സർവാർക്കർ. PSC വന്നിട്ടുള്ള ചോദ്യമാണ്. കാര്യം കേരള കോണ്ടെക്സ്റ്റിൽ വളരെ കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള ഫിഗറാണ് VD സർവാർക്കർ, അല്ലെ? വളരെ കോൺട്രവേഴ്സ്യൽ ഫിഗർ ആണ്. മാർക്കാണ് പ്രധാനം. കോൺട്രവേഴ്സിയൊക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മാർക്കിന് വേണ്ടിയിട്ട് പഠിക്കുക. ഇവിടെ VD സർവാർക്കർ ആണ് പ്ലാൻഡ് വാർ ഫോർ നാഷണൽ ഇൻഡിപെൻഡൻസ് എന്നൊക്കെ ഇതിനെ വിളിക്കുന്നത്. ഓക്കെ, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്, ഞാൻ പറഞ്ഞതിൽ ശ്രദ്ധിച്ചിരുന്നോണേ. അതായത് ഇദ്ദേഹത്തിന് ഒരു പുസ്തകമുണ്ട്, ഫസ്റ്റ് വാർ ഓഫ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ്. ഓക്കെ, ഈ പുസ്തകം എഴുതി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടർ VD സർവാർക്കർ ആണ്. പക്ഷേ ഈ ബുക്കിനെ ചിലപ്പോൾ ചോദിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാമോ? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857 ഇത് എഴുതി ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ VD സർവാർക്കർ. ഫസ്റ്റ് വാർ, നിങ്ങൾ ഒറ്റ കീവേഡ് ആലോചിച്ചാൽ മതി. ഫസ്റ്റ് വാർ, ആദ്യത്തെ യുദ്ധം എന്നൊരു ഐഡിയ ആ ഒരു ചോദ്യത്തിനകത്ത് ഉണ്ടെങ്കിൽ അത് എപ്പോഴും VD സർവാർക്കർ ആയിരിക്കും. പക്ഷേ 1857 എന്ന് പറയുന്ന വേറൊരു പുസ്തകമുണ്ട്. അത് വേറെ അതിന് തലേമാലൊന്നുമില്ല, 1857 എന്ന് മാത്രമേ ഉള്ളൂ. സർവാർക്കറിന്റെ പുസ്തകം ഏതാ? ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് 1857. ഞാൻ ഈ പറയുന്ന പുസ്തകം ഏതാ? 1857 എന്ന് മാത്രമേ ഉള്ളൂ. ആ പുസ്തകം എഴുതിയത് ആരാന്ന് ചോദിക്കുവാണെങ്കിൽ ആരാ? SN സെൻ ആണ്. SN സെൻ. ഇതിനകത്ത് ഇദ്ദേഹം നടന്ന ഒബ്സർവേഷൻ വളരെ അടിപൊളിയാണ്. റിവോൾട്ട് ആസ് ഹാവിംഗ് begun as a fight for religion but ended as a war of independence. മതത്തിന് വേണ്ടി തുടങ്ങിയ ഒരു യുദ്ധം. കാര്യം അവിടെ ഹിന്ദുക്കളുടെയും മുസ്ലിംസിന്റെ മത അല്ലെങ്കിൽ റിലീജിയസ് ഇൻട്രസ്റ്റ് പ്രൊട്ടക്ട് ചെയ്യാനാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഇത് ചെന്ന് നിൽക്കുന്ന എവിടാ? ബ്രിട്ടീഷുകാരെ ചവിട്ടി പുറത്താക്കുന്ന ഒരു വിപ്ലവത്തിലേക്ക്. പക്ഷെ ഈ ഒബ്സർവേഷനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് യഥാർത്ഥത്തിൽ ഒരു വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ്. നിങ്ങൾക്ക് ഇതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? SN ഒബ്സർവേഷൻ നല്ലതാണ്. ഇതിനകത്ത് എവിടെ ഇൻഡിപെൻഡൻസ്? ended as a war for monarchy എന്ന് പറയുന്നത് ശരിയായിരുന്നേ. രാജഭരണത്തിലേക്ക് തിരിച്ചു പോകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നത്. ബഹദൂർ ഷാ സഫറിനെ രാജാവാക്കി വെച്ചുകൊണ്ട് രാജഭരണത്തിലേക്ക് തിരിച്ചു പോകാനാണ് ഇവർ ആഗ്രഹിച്ചിരുന്നത്. അപ്പൊ ഇത് ശരിയാണോ? അല്ല. അപ്പൊ അതാണ് ഒരു കോണ്ടെക്സ്റ്റ് എന്നുള്ളവർ അറിഞ്ഞിരിക്കുക കേട്ടോ. യെസ്. ഇപ്പൊ 1857 റിവോൾട്ട് എന്ന് വെച്ച് കഴിഞ്ഞാല് നേതൃത്വ ഈ പറഞ്ഞ പോലെ ഇത് സത്യമാവും, ഫൈറ്റ് അല്ലെങ്കിൽ വാർ ബിഗൺ ഫോർ റിലീജിയൻ. പക്ഷെ ഈ പാർട്ട് തെറ്റാണ്. വാർ ഓഫ് ഇൻഡിപെൻഡൻസ് നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. ഇൻഡിപെൻഡൻസ് എലമെന്റ് ഇവിടെ. ഓക്കെ,
ഞാനൊരു കാര്യം പറയട്ടെ. ചില തിയറീസ് ഉണ്ട്. തിയറീസ് ആയിട്ട് തന്നെ പഠിച്ചു വെക്കും. PSC ഹിസ്റ്ററിക്ക് അത്ര ഡെപ്ത് ഇല്ല. ഫോർ എക്സാമ്പിൾ, ഞാൻ ഒരു വീഡിയോ ചെയ്തിരുന്നു. സേഫ്റ്റി വാൽവ് തിയറി, അതായത് ബ്രിട്ടീഷുകാര് ഇന്റർനാഷണൽ കോൺഗ്രസിനെ സൃഷ്ടിച്ചത് ഒരു സേഫ്റ്റി വാൽവ് ആയിട്ടാണ് എന്നുള്ളൊരു തിയറി ഉണ്ട്. ആ തിയറി ആക്ച്വലി തെറ്റാ. തിയറി ഉണ്ട്, ആ തിയറി കൊണ്ടുവന്നത് ലാലാ ലജ്പത് റോയും ആണ്. ഇത് കറക്റ്റ് ആണ്, പക്ഷെ തിയറി തെറ്റാണ്. മനസ്സിലായില്ലേ? അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത്. അതായത് ഇപ്പം PSC സ്റ്റേറ്റ്മെന്റ് വരാന്നിരിക്കട്ടെ. 1850s revolt. It was a war which started for religion but ended as a war for independence. ഇതൊരു സ്റ്റേറ്റ്മെന്റ്, പ്രസ്താവന എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ ഇത് ശരിയാണോ തെറ്റാണോ? ഞാൻ പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായോ? മറ്റേ ചോദ്യം കുറെ പേര് തെറ്റിച്ചതാ. പക്ഷെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ കറക്റ്റ് ആയിട്ട് നമുക്ക് റാങ്ക് കൂടുന്നത്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാര്യം ഇത് റോങ് ഒബ്സർവേഷൻ ആണ്. സപ്പോസ് എസ്എൻസൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല, അംഗീകരിക്കാം. പക്ഷേ 1850s റിവോൾട്ട് വാസ് എ വാർ ഫോർ ഇൻഡിപെൻഡൻസ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് കഴിഞ്ഞാൽ അത് ശരിയാണോ? ശരിയല്ല. ആ തിയറി തെറ്റാണ്. അല്ല, ഇങ്ങനെ പറഞ്ഞത് ഇന്നാളാണ് എന്ന് പറഞ്ഞാൽ കുഴപ്പമില്ല. ഞാൻ പറഞ്ഞ കോണ്ടെക്സ്റ്റ് ക്ലിയർ ആയോ? മറ്റൊരു കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഏറ്റവും നല്ല ഒരു ഒബ്സർവേഷൻ നടത്തിയിട്ടുള്ളത് RC മജുംദർ ആണ്. RC മജുംദർ, നെയ്തർ ദ ഫസ്റ്റ് നോർ ദ നാഷണൽ നോർ എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ഇത് ആദ്യത്തെ സ്വാതന്ത്ര്യ സമരമൊന്നും അല്ല. ഇതിനേക്കാൾ മുമ്പ് വെല്ലൂർ മ്യൂട്ടിനി ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള സമരമേ അല്ല, നോട്ട് എ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. ബിക്കോസ് ഇന്ത്യയിലെ പല ആൾക്കാരും പങ്കെടുത്തിരുന്നില്ല, അല്ലെ? ഇത് ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരുവാണെങ്കിൽ കറക്റ്റ് ആണോ? ഇതൊരു സ്റ്റേറ്റ്മെന്റ്. RC മജുംദാർ എന്നുള്ള പേരൊന്നുമില്ല. ഇത് ഇവിടം മുതൽ ഇവിടം വരെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ മുമ്പിൽ വരിക. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണോ തെറ്റാണോ? ഇത് തിയററ്റിക്കലി കറക്റ്റ് ആണ്, അല്ലെ? കാര്യം നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നുണ്ടല്ലോ. ആദ്യത്തെ അല്ല, വാർ ഫോർ ഇൻഡിപെൻഡൻസ് അല്ല, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട നഗരങ്ങളൊന്നും ഇതിൽ പങ്കെടുത്തിട്ടുമില്ല, അല്ലെ? അപ്പൊ അതാണ് അതിന്റെ കോണ്ടെക്സ്റ്റ്. VD സർവാർക്കർ പറഞ്ഞത് തെറ്റാണ്. VD സർവാർക്കർ പറഞ്ഞത് തെറ്റാണ്. ഇതിനേക്കാൾ വലിയ തെറ്റാണ് മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ഞാൻ ക്ലാസ്സിൽ പറയുന്ന ഒരു കാര്യം, നമ്മൾ ഹിസ്റ്ററിയെ ഒബ്ജക്റ്റീവായിട്ട് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഒരുവിധം എല്ലാവരും കുറ്റം പറയും. മാർക്സിസ്റ്റുകാരെ കുറ്റം പറയും, കോൺഗ്രസ്സുകാരെ കുറ്റം പറയും, റൈറ്റിസ്റ്റ് പാർട്ടികളെ ഒക്കെ കുറ്റം പറയും. ഒബ്ജക്റ്റീവായിട്ട് കാര്യങ്ങൾ അപ്രോച്ച് ചെയ്യണം. ഇവിടെ VD സർവാർക്കർ പറയുന്നത് തെറ്റാണ്. അതിന്റെ അർത്ഥം മാർക്സിസ്റ്റുകാർ പറഞ്ഞത് ശരിയാണെന്നല്ല. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് പറഞ്ഞിട്ടുള്ളത് തെറ്റാണ്. മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് 1850s റിവോൾട്ടിനെ നോക്കി കണ്ടുള്ളത് സോൾജിയർ പെസന്റ് ഡെമോക്രാറ്റിക് കമ്പയർഡ് അഗൈൻസ്റ്റ് ഫോറിൻ ആസ് വെൽ ആസ് ഫ്യൂഡൽ ബോണ്ടേജ് എന്നുള്ളതാണ്. ഇത് KSകാർക്ക് സ്പെഷ്യൽ ക്ലാസ് ഉണ്ടായിരിക്കും. ഈ പറഞ്ഞ ലെഫ്റ്റിസ്റ്റ് ഐഡിയോളജീസ് അല്ലെങ്കിൽ മാർക്സിസം, അത് KSന്റെ സിലബസിൽ എടുത്ത് പറയും. നമുക്കിത് എക്സ്ക്ലൂസീവ് സെഷൻ നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങൾ തൽക്കാലം ഇത്ര അറിഞ്ഞിരിക്കുക, മാർക്സിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓൾ അബൌട്ട് ക്ലാസ് സ്ട്രഗിൾ, അല്ലെ? വർഗസമരമാണ് മാർക്സിസത്തിന്റെ ഫൗണ്ടേഷൻ. എല്ലാത്തിനെയും വർഗത്തിന്റെ പെർസ്പെക്റ്റീവ് നോക്കി കാണുന്നത്, അല്ലെ? ബൂഷ്വ തൊഴിലാളി അല്ലെങ്കിൽ ജന്മി തൊഴിലാളി, വർഗം എപ്പോഴും ഉണ്ടായിരിക്കും ആ ഒരു പരിപ്രേക്ഷ്യത്തിൽ. അപ്പൊ 1850s റിവോൾട്ടിനെ മാർക്സിസ്റ്റ് ഹിസ്റ്റോറിയൻസ് നോക്കി കാണുന്നത് സോൾജിയർ പെസന്റ് എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്. അതായത് ഞാൻ അതിലേക്ക് വരാം, ജസ്റ്റ് ഒന്ന് കേൾക്കാം. സോൾജിയർ പെസന്റ് എന്ന് പറയുന്ന ഒരു വർഗമുണ്ട്. അതായത് പണ്ടത്തെ കാലത്തെ പട്ടാളക്കാരെന്ന് വെച്ച് കഴിഞ്ഞാല് കർഷകര് കൃഷിയിൽ നിന്ന് വലിയ ലാഭം കിട്ടാൻ വരുമ്പോഴത്തേ അവർ പട്ടാളത്തിൽ പോയി ചേരും. അതാണ് പണ്ടത്തെ പട്ടാളക്കാർ. അതാണ് സോൾജിയർ പെസന്റ്. അവര് യൂണിഫോം ഇട്ടിട്ടുണ്ടെങ്കിൽ ഉള്ളുകൊണ്ട് അവരെന്താ? കർഷകനാണ്, അപ്പൊ പെസന്റ് ആണ്. ഈ സോൾജിയർ പെസന്റ് എന്ന വർക്കിംഗ് ക്ലാസ് വൈദേശികം, ഫോറിൻ അല്ലെങ്കിൽ ജന്മിത്വം, സാമീന്ദാർക്ക് ഉണ്ടായിരുന്നു. സാമീന്ദന്മാർക്കും ബ്രിട്ടീഷുകാർക്കും എതിരായിട്ട് നടത്തിയ യുദ്ധമാണ് 1850s റിവോൾട്ട് എന്നാ പറയുന്നത്, അല്ലെ? ഇതും കംപ്ലീറ്റ്ലി കറക്റ്റ് അല്ല. കാര്യം കുൻവർ സിംഗ് സാമീന്ദർ ആയിരുന്നു. കുൻവർ സിംഗ് 1850s റിവോൾട്ടിൽ ബ്രിട്ടീഷുകാർക്ക് എതിരായിട്ട് സമരം ചെയ്ത വ്യക്തിയാണ്. അപ്പൊ ഈ ഒബ്സർവേഷൻ കറക്റ്റ് അല്ല. ഓക്കെ, ഇവിടെ ജവഹർലാൽ നെഹ്റുവിന്റെ ഒബ്സർവേഷൻ നമുക്ക് ചോദ്യം വന്നിട്ടുള്ളതാണ്. That 1850s revolt was essentially a feudal uprising, though there were some nationalistic element in it. പക്ക ജന്മിമാര് നടത്തിയ ഒരു സമരമാണ് 1850s റിവോൾട്ട് എന്ന് നെഹ്റു പബ്ലിക്കായിട്ട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ചെറിയ ചെറിയ ഒരു ദേശീയതയുടെ എലമെന്റ്സും ഈ റിവോൾട്ടിൽ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ക്ലിയർ ആണല്ലോ? യെസ്, ചാറ്റ്സ് നോക്കട്ടെ.
ഇല്ല, നവനീത് ചോദിക്കുന്നുണ്ട് ഇത് വാർ ഫോർ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷ് എന്ന് തന്നാൽ അത് ശരിയാണ്. ഗുഡ് ഗുഡ്. അതും ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടീഷസ്, അത് നല്ലൊരു പോയിന്റ് ആണ്. ഇപ്പൊ നവനീത് ചോദിക്കുന്നുണ്ട് ഇത് എൻഡ് ആസ് എ വാർ ഫോർ ഇൻഡിപെൻഡൻസ് ഫ്രം ബ്രിട്ടൻ, അത് ബ്രിട്ടണിൽ നിന്ന് ഇൻഡിപെൻഡൻസ് വേണം, പക്ഷെ നമുക്ക് രാജഭരണത്തിലേക്ക് പോകണം. അങ്ങനെ പറഞ്ഞാൽ വലിയ തെറ്റില്ല. ഗുഡ് നവനീത്, നല്ല ഒബ്സർവേഷൻ ആണ്. എക്സാക്ട്ലി അജീഷ്, പറയുന്ന ആളുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്സും കറക്റ്റ് ആണ്, പക്ഷെ ഒബ്ജക്റ്റീവായിട്ട് നോക്കുമ്പോഴത്തേക്ക് നമ്മുടെ ഡിസിഷൻ കറക്റ്റ് ആണോ തെറ്റാണോ എന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ലാല ലജപത് റായെ സംബന്ധിച്ച് സേഫ്റ്റി വാൽവ് തിയറി കറക്റ്റ് ആണ്, നമ്മൾ ഇന്ന് അതിനെ അംഗീകരിക്കുന്നില്ല, അത് നമ്മളെ സംബന്ധിച്ച് തെറ്റാണ്. അതാണ് അതിനെപ്പറ്റി പഠിക്കുന്ന ഒരു കാര്യം. യെസ്, നിങ്ങൾ നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്, ആ ഒരു തോട്ട് പ്രോസസ് ഇങ്ങനെ വരട്ടെ, നല്ല രീതിയിൽ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ ചിന്തിക്കുക, ബ്രെയിൻ സ്റ്റോം ചെയ്യുക, ചലഞ്ച് ചെയ്യുക പരസ്പരം, വളരെ നല്ല കാര്യമാണ്. നെഹ്റുവിന്റെ സ്റ്റേറ്റ്മെന്റ്സ് തരക്കെടില്ല. നെഹ്റുവിന്റെ സ്റ്റേറ്റ്മെന്റ് തരക്കെടില്ല, കാര്യം അതൊരു ബാലൻസിങ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഇതൊരു ഫ്യൂഡൽ അപ്രൈസിംഗ് ആയിരുന്നു. കാര്യം ഈ അപ്രൈസിങ്ങിന്റെ ലീഡർഷിപ്പിൽ ആരാ? നാനാ സാഹിബ്, കുന്നൂർ സിംഗ്, ഝാൻസി റാണി, താന്ത്യ തോപ്പി വഗേര വഗേര. പക്ഷേ ചില നാഷണലിസ്റ്റിക് എലമെന്റ് അതിനകത്തുണ്ട്, അല്ലെ? അപ്പം നെഹ്റുവിന്റെ സ്റ്റേറ്റ്മെന്റ് തെറ്റാന്ന് പറയാൻ നമുക്ക് പറ്റത്തില്ല. ഓക്കെ, അപ്പം ഈ ചോദ്യത്തിന് ഉത്തരം എന്ത് വരും? ഇത് കഴിഞ്ഞ കേസിനെ വെച്ചാണ്. ഇതിൽ കറക്റ്റ്ലി മാച്ച്ഡ് അല്ലാത്ത സ്റ്റേറ്റ്മെന്റ്സ് ഏതൊക്കെയാ? ഓക്കെ, ബീഹാറിൽ ആരായിരുന്നു? കുന്നൂർ സിംഗ് അല്ല, എല്ലാവർക്കും അറിയാം കുന്നൂർ സിംഗ് ആയിരുന്നു. അപ്പൊ അതിനകത്ത് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് സി ആണ്. യെസ്. ഈ രണ്ടാമത്തെ ചോദ്യം, യെസ്, കുന്നൂർ സിംഗ് ബീഹാറുകാരനാണ്. മൂന്നാമത്തെ ചോദ്യം, യെസ്, ചിറ്റൂർ ആണല്ലേ? ചിറ്റൂരിൽ നമ്മുടെ ലീഡേഴ്സ് ഒന്നും പഠിക്കുന്നില്ല. പക്ഷെ ജഗദീഷ് പൂറിൽ ആരാ ലീഡർ? ജഗദീഷ് പൂർ ലീഡേഴ്സിനെ പഠിക്കുന്നുണ്ടോ? ജഗദീഷ് പൂർ, ജഗദീഷ് പൂർ. യെസ്, കുന്നൂർ സിംഗ്, വെരി ഗുഡ്. ജഗദീഷ് പൂർ, ബീഹാർ, ആറ ഒക്കെ കുന്നൂർ സിംഗ് എന്നുള്ളത് ഓർക്കാം. നാലാമത്തെ ചോദ്യം, ഇതൊക്കെ സിവിൽ സർവീസിൽ വന്നിട്ടുള്ളതാണ്. 4. യെസ്, ഗുഡ് 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 ഗുഡ്. താന്തിയ തോപ്പിയാണ് നാലാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം വരിക, അല്ലേ? ഓക്കെ, ഉത്തരം കിട്ടാത്തവര് ജസ്റ്റ് ചോദ്യം ഒന്നുകൊണ്ട് വായിച്ചു നോക്കാം കേട്ടോ, ഡൗട്ട് ഒന്നും ചോദിച്ചാൽ മതി. അഞ്ചാമത്തെ ചോദ്യം, ഹു വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ഷിപ്പായി മ്യൂട്ടണി? ഹു വാസ് ദ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഡ്യൂറിംഗ് ഷിപ്പായി മ്യൂട്ടണി? ഓക്കെ, ഷിപ്പായി മ്യൂട്ടണിയുടെ സമയത്ത് ഗവർണർ ജനറൽ ആരാണ്? കാനൻ ആണ്, കാനൻ. പ്രശ്നം ചില റാങ്ക് ഫയലിലൊക്കെ കിടക്കുന്നത് സിപ്പായി മ്യൂട്ടിനി തുടങ്ങിയപ്പോൾ ഗവർണർ ജനറൽ ഡൽഹൌസിയും സിപ്പായി മ്യൂട്ടിനി എൻഡ് ആയപ്പം ഗവർണർ ജനറൽ കാനനും എന്നാണ്. അത് തെറ്റാണ്. ത്രൂ ഔട്ട് സിപ്പായി ലഹള തുടങ്ങുന്നവർ തൊട്ട് എൻഡ് ചെയ്യുന്ന വരെ കാനനാണ് ഗവർണർ ജനറൽ എന്നുള്ള കാര്യം ഓർക്കുക. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റൻ അല്ലേ? അതായത് ഇതിനകത്ത് ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കൂട്ടത്തിൽ ആരെയാണ് ബ്രിട്ടീഷുകാര് ഒരു സുഹൃത്തിന്റെ സഹായത്തോട് കൊല്ലുന്നത്? അതായത് സുഹൃത്തിനാൽ ഒറ്റുകൊടുക്കപ്പെട്ട് ബ്രിട്ടീഷുകാരെ പിടിച്ചുകൊണ്ടുപോയി കൊല്ലപ്പെടുന്ന വ്യക്തി ആരാന്ന ചോദ്യം. നാനാ സാഹിബ്, അത് നേപ്പാളോട് രക്ഷപ്പെടുക, അദ്ദേഹത്തെ ബ്രിട്ടീഷുകാരെ പിടിക്കുന്നില്ല, നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു. കുന്നൂർ സിംഗ്, ഇദ്ദേഹം വിപ്ലവത്തിന്റെ ഇടയ്ക്ക് ബ്രിട്ടീഷുകാരുമായി പിടിക്കപ്പെടുകയാണ്, അതായത് സുഹൃത്ത് ഒറ്റുകൊടുക്കുന്നതല്ല. ഖാൻ ബഹദൂർ ഖാനും യുദ്ധഭൂമിയിൽ മരിച്ചു വീഴുവാണ്, ബ്രിട്ടീഷുകാർ ഒറ്റുകൊടുക്കുന്നതല്ല. ഈ കൂട്ടത്തില് സുഹൃത്ത് ഒറ്റുകൊടുക്കുന്ന ആരെയാ? ഞാൻ പറഞ്ഞല്ലേ, ഉറങ്ങിക്കിടന്ന സമയത്ത് ബ്രിട്ടീഷുകാരെ പിടിച്ചുകൊണ്ട് തൂക്കിക്കൊന്ന വ്യക്തി ആരാ? ഒരു സുഹൃത്ത് ഒറ്റ കൊടുക്കുന്നു, ബ്രിട്ടീഷുകാർ ഇയാളെ ഉറക്കത്തിൽ പിടിച്ചുകൊണ്ടുപോയി തൂക്കിക്കൊല്ലുന്നു. അതാരാ? താന്തെ തോപ്പിയാണ്. ഡി ആണ് ഇതിന്റെ ആൻസർ. ഓക്കെ, ക്ലിയർ ആയല്ലോ?